ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ SSCൻ്റെ പരീക്ഷകൾ ഓരോന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പരീക്ഷകൾ കഴിയുന്നുണ്ട്, കുറേ പരീക്ഷകൾ തുടങ്ങുന്നുണ്ട്. ഇതൊരു സൈക്കിളാണ് അല്ലേ? നമുക്ക് കുറേ പരീക്ഷകൾ ഇങ്ങനെ തീരും, അപ്പോൾ അടുത്ത പരീക്ഷകൾ ഇങ്ങനെ തുടങ്ങും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ CGL പരീക്ഷ കഴിഞ്ഞു, CHL പരീക്ഷ കഴിഞ്ഞു, MTS GD ഒക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും അടുത്ത വർഷത്തേക്കുള്ള കലണ്ടർ വന്നു. നമ്മൾ കലണ്ടർ കണ്ടപ്പോൾ മനസ്സിലായി മെയ് ജൂൺ ജൂലൈ മെയ് ജൂൺ മാസങ്ങളിലാണ് CGL വരാനുള്ളത്. കഴിഞ്ഞ CHL MTS ഒക്കെ വീണ്ടും വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മുടെ CGL Tier 1 റിസൾട്ട് വന്നു. Tier 2 പരീക്ഷ അടുത്ത ആഴ്ച നടക്കാൻ പോവുകയാണ്. അപ്പോൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമില്ല. അല്ലെങ്കിൽ കുറേ ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലം റെസ്റ്റാണ്. അത് കിട്ടിയാലും ഇല്ലെങ്കിലും കിട്ടിയാൽ പിന്നെ ഓക്കെ, അതൊരു എന്താ പറയുക ജോലിയായി, പിന്നെ റെസ്റ്റ് തന്നെയാണ്. പക്ഷേ കിട്ടാത്ത ഒരാളും പിന്നെ ഒരു പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പിന്നെ 1-2 മാസമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത CGLന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് കലണ്ടർ വന്നു. മെയ് ജൂൺ മാസങ്ങളിലാണ്. നമുക്കതിന് റെസ്റ്റ് എടുക്കാൻ സമയമില്ല. ആരെങ്കിലും തളർന്നിരിക്കുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങിക്കോ. കാരണം ലാസ്റ്റ് മാർച്ച് ഏപ്രിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ വിചാരിച്ചാൽ നടക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അതിനെ പറ്റിയല്ല, ഞാൻ വേറൊരു കാര്യത്തെ പറ്റിയാണ് നിങ്ങളുടെ ബാക്കിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. ദ എക്സ്പെക്റ്റഡ് റിപ്പീറ്റഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫോർ CGL മെയിൻസ്. അതായത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യണം. ഇപ്പം ഇനി വരുന്ന CGL മെയിൻസ് നിങ്ങൾ ഓൾറെഡി ഒരുപാട് പഠിച്ചിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളുടെ സമയം കളയാതെ, നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാതെ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ലാസ്റ്റ് 1 വീക്കിൽ എന്തൊക്കെ തരുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പല ആളുകളും മാരത്തൺ എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ. അപ്പം എനിക്കൊരു മാരത്തൺ എന്ന് പറഞ്ഞാൽ ഒരു പഠിച്ചിരിക്കുന്ന സീരിയസ് ആയിട്ട് സംബന്ധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമല്ല. അത് നമ്മൾ പ്രിലിംസിനൊക്കെ ചെയ്യാൻ പറ്റും. കാരണം പ്രിലിംസിനൊക്കെ അധികം പ്രിപ്പറേഷൻ ഇല്ലാതെ ലാസ്റ്റ് ടൈം കുറച്ച് പ്രിപ്പറേഷൻ നടത്തി പോകുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്ക് അത് യൂസ്ഫുൾ ആണ്. കാരണം ഒരു 1-2 ദിവസത്തെ മാരത്തോൺ ക്ലാസ്സുകളൊക്കെ കണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് എവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്ന ഏകദേശം ഐഡിയ കിട്ടും. പക്ഷേ ഈ മെയിൻസ് പരീക്ഷ എഴുതാൻ പോകുന്നവർ അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള ആളുകളാണ്. അവരാരും ഈ മാരത്തോണിന്റെ ലാസ്റ്റ് 1 ദിവസം 2 ദിവസം ഇരുന്ന് വെറുതെ കംപ്ലീറ്റ് 5-6 മണിക്കൂറും ക്ലാസ് ഇരുന്ന് കാണാൻ ആരും പോകുന്നില്ല. കാരണം അവർക്ക് അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ചെറിയൊരു സജഷൻ വന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ എഡ്യൂക്കിറ്റി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വരെ TCS ആയിരുന്നു, ഈ വർഷം മുതൽ എഡ്യൂക്കിറ്റിയാണ് പരീക്ഷ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ എഡ്യൂക്കിറ്റി പരീക്ഷ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയ ശേഷമുള്ള കുറച്ച് പരീക്ഷകൾ നമ്മൾ മുമ്പിൽ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് CGL, CHL, പിന്നെ CPO പോലത്തെ പരീക്ഷകൾ കഴിഞ്ഞു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ചില ഭാഗത്ത് നിന്ന് ചില ഏരിയ കുറച്ച് ഫോക്കസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ബെസ്റ്റ് വാല്യൂ മാത്രം മാറ്റി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചില ഏരിയ ഭയങ്കര ഫോക്കസ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് അഡ്വാൻസ് മാത്സ് ഒക്കെ എടുത്താൽ ചില ഇപ്പോൾ ഈ പ്രിസം, പിരമിഡ് പോലത്തെ ഏരിയസ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അരിത്മെറ്റിക് എടുത്തു കഴിഞ്ഞാൽ ചില പ്രോഫിറ്റ് ലോസ്, അതുപോലെ തന്നെ ചില ഏരിയ എന്നൊക്കെ കുറച്ച് ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രം കുറച്ച് അധികം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ CGLന്റെ 45 ക്വസ്റ്റ്യൻ പേപ്പർ, CHLന്റെ 51 പേപ്പർ, CPOന്റെ 6-7 പേപ്പർ, ടോട്ടൽ 100+ പേപ്പേഴ്സ് എടുത്ത് അനലൈസ് നോക്കി മനസ്സിലായത് മാത്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻ. അപ്പോൾ മാത്സിൻ്റെ ഒരു സീരീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം നമുക്കറിയാം മാത്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കി ഇപ്പോൾ ഇംഗ്ലീഷ് GK നമുക്ക് നോളജ് ഉണ്ടെങ്കിലും ശരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മോക്ക് ടെസ്റ്റ് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇഷ്ടംപോലെ സമയമുണ്ട്. ഇംഗ്ലീഷ് GK 1 മണിക്കൂർ സമയമുണ്ട്, നമുക്ക് പതുക്കെ ചെയ്തു പോകും. പക്ഷേ മാത്സ് അങ്ങനെയല്ല. മാത്സ് നമ്മൾ എങ്ങനെയൊക്കെ സമയം നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അത്രയും നോക്കണം. അതിന് നമുക്ക് ഒരുപാട് നല്ല മെത്തേഡുകൾ പഠിക്കണം. മെത്തേഡുകൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. കാരണം അപ്പോൾ നമുക്ക് റിയാക്ഷൻ ടൈം കുറക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചില ടോപ്പിക്സ് നമുക്ക് അറിയാം, പക്ഷെ എന്നാലും പരീക്ഷയ്ക്ക് പെട്ടെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്വസ്റ്റൻ അല്ലെങ്കിൽ വേറെ മോഡൽ വരുമ്പോൾ നമുക്ക് റിയാക്ഷൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ വരാണെങ്കിൽ ഇപ്പോൾ ഒരുത്തൻ നമ്മളെ അപ്രതീക്ഷിതമായിട്ട് ഒരുത്തൻ നമ്മളെ തല്ലിക്കഴിഞ്ഞാൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ കുറച്ചൊന്ന് അങ്ങോട്ട് നോക്കിയിട്ട് ഒരു സമയം എടുത്തിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുള്ളൂ, അല്ലെ? തിരിച്ച് തല്ലെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യുള്ളൂ. പക്ഷെ അതല്ല, നമുക്കറിയാം ഇപ്പം അവനെ തല്ലും എന്ന് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ഒരാൾക്കാണെങ്കിൽ നമ്മൾ തല്ലുമ്പോഴേക്കും വേണ്ടി തിരിച്ചല്ല, എന്താ റിയാക്ഷൻ ടൈം അവിടെ കുറവാണ്. അപ്പോൾ അത്രയും സമയം അവിടെ ലാഭിക്കാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റൻ നമ്മൾ ഏകദേശം നോക്കി വെച്ച് പോയി കഴിഞ്ഞാൽ ആ സെയിം മോഡലിൽ ക്വസ്റ്റൻ നമ്മൾ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ പറ്റും. അവിടേക്ക് സമയം കുറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കുറേ സിലബസ് കവർ ചെയ്തുകൊണ്ടോ കുറേ ക്വസ്റ്റൻസ് എടുത്ത് ചെയ്തുകൊണ്ടോ ഒന്നും കാര്യമില്ല. ക്വസ്റ്റൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ്, ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ പരീക്ഷയ്ക്ക് പഠിക്കാനെന്ന് ചോദിച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ആണ്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു പാറ്റേൺ കിട്ടും. ഇപ്പോൾ CGLന്റെ ക്വസ്റ്റൻ പേപ്പർ നോക്കിയ ഒരാൾക്ക് CHL പോകുമ്പോൾ കുറേ ക്വസ്റ്റൻസ്, എല്ലാ ക്വസ്റ്റൻസും അതുപോലെ പറ്റും ഞാൻ പറയുന്നില്ല, പക്ഷേ കുറേ ക്വസ്റ്റൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു സംശയം വേണ്ട, കാരണം CGL ചോദിച്ച പല മോഡലും അതുപോലെ തന്നെ CHL പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. പിന്നെ TCSലൊക്കെ പണ്ട് ചോദിച്ചിരുന്ന ഒരുപാട് ക്വസ്റ്റൻസ്, അതേ ക്വസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്താ പറയുക റിപ്പീറ്റ് ചെയ്ത് വരില്ല എന്ന് വിചാരിച്ച പല ക്വസ്റ്റ്യൻ ഇവിടെ റിപ്പീറ്റ്, ആ സെയിം ക്വസ്റ്റ്യൻ ഇവിടെ ഈ എഡ്യൂക്കേറ്റീവ് പാറ്റേണിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ പേപ്പറും, ഒരു പേപ്പർ 2 പേപ്പർ നോക്കിയിട്ട് വെറുതെ റാൻഡം ആയിട്ട് ക്വസ്റ്റൻസ് എടുത്താലോ, എല്ലാ പേപ്പറും അനലൈസ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ അതിന് വേണ്ട ക്വസ്റ്റൻസ് ഉണ്ടാക്കിയിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ പറയാനത്രേ ഉള്ളൂ, നാളെ 12-ാം തീയതി അല്ലേ, 12-ാം തീയതി മുതൽ 17-ാം തീയതി വരെ, അതായത് 18-നാണ് നിങ്ങളുടെ പരീക്ഷ ടൈപ്പിംഗിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് 12 മുതൽ 17 വരെ 6 ദിവസം വൈകുന്നേരങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിൻ്റെ ലൈവ് നിങ്ങൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് മാത്സിന് മാത്രം. മറ്റേ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷും GK ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അനലൈസ് പഠിച്ചു പോയാൽ തന്നെ വലിയ കുഴപ്പമില്ല. പക്ഷേ മാത്സും റീസണിങ്ങിനാണ് പ്രശ്നം. അപ്പോൾ റീസണിങ് നമ്മൾ ചെയ്യുന്നില്ല, മാത്സ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മാത്സിൻ്റെ 6 ദിവസത്തെ ഒരു കണ്ടിന്യൂസ് സീരീസ് ആണ്. അതിൽ അരിത്മെറ്റിക് പോർഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിരിക്കും. അഡ്വാൻസ് മാത്സ് പോർഷൻ ഹാൻഡിൽ ചെയ്യുന്നത് അത് ബാസും സാറായിരിക്കും. ബാസ് സാർക്ക് നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു നോക്കിയാൽ തന്നെ ആ ഒരു കാര്യം മനസ്സിലാവും. കാരണം ബാസ് സാർ നിങ്ങളോട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളോട് കഴിഞ്ഞ 2-3 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എങ്ങനെയൊക്കെ എവിടെയൊക്കെ ക്വസ്റ്റൻസ് വരുന്നത് കൃത്യമായിട്ട് അഡ്വാൻസ് മാത്സ് ബാസ് സാർ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. അരിത്മെറ്റിക് ഞാനും കൈകാര്യം ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു 6 ദിവസങ്ങൾ, അതായത് ഞാൻ പറയാനുള്ളത് മെയിനായിട്ട് നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ എന്ന് പറഞ്ഞാൽ
12-ാം തീയതി തിങ്കളാഴ്ച. നാളത്തെ ക്ലാസ് വൈകുന്നേരം 6 മണിക്കായിരിക്കും. ബാക്കിയുള്ള ക്ലാസ്സുകളെല്ലാം വൈകുന്നേരങ്ങൾ 7 മണിക്കായിരിക്കും. അപ്പോൾ ഒരു നിമിഷം, ഒരു ചെറിയൊരു ടൈം പോലും നിങ്ങളെ വേസ്റ്റ് ആക്കാതെ നിങ്ങൾ ഇരിക്കുന്ന ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ഓരോ സമയവും നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു സംശയം വേണ്ട. ടോട്ടൽ 200 to 300+ ക്വസ്റ്റ്യൻസ് ഈ ഒരു 6 ദിവസം കൊണ്ട് നിങ്ങളിവിടെ പരിചയപ്പെടുത്തി തരും. വെറുതെ കുറെ ക്വസ്റ്റ്യൻസ് എടുക്കുന്നതിന്റെ സൊല്യൂഷൻ പറഞ്ഞു തരുന്നു, ഇന്നതാണ് മെത്തേഡ് എന്ന് പറയാന്നുള്ളതല്ല. കാരണം നിങ്ങൾ പല ആൾക്കാരും നിങ്ങൾ Tier 1 Tier 2 ക്വാളിഫൈ ചെയ്ത ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് മെത്തേഡൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പക്ഷേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ചധികം ഏരിയ ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നു. അപ്പോൾ വെറുതെ കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സമയമെടുത്ത് 2-3-4 മിനിറ്റ് കൊണ്ട് പല മെത്തേഡുകൾ പറഞ്ഞു പോകുന്നതിന് അപ്പുറത്തോട്ട് ഇന്ന ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം എന്നാൽ നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ തന്നെ പങ്കെടുക്കാൻ നോക്കും. റെക്കോർഡ് ക്ലാസ്സിൽ പോകുന്നത് ലൈവ് ക്ലാസ് ആകുമ്പോൾ നമ്മളത് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ കാണുന്നു, നിങ്ങൾ ചെയ്യുന്നു, അതിന്റെ മെത്തേഡ് ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഒരു എക്സാം എഴുതുന്ന ഒരു അറ്റ്മോസ്ഫിയറോട് കിട്ടാൻ എന്ത് സഹായിക്കും? നിങ്ങൾ ലൈവ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നത് സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് നാളെ വൈകുന്നേരം 6 മണിക്കാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 7 മണിക്കും. ഇനി അങ്ങോട്ട് 6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അഡ്വാൻസിന്റെ 3 ക്ലാസ്സും അരിത്മെറ്റിക്കിന്റെ 3 ക്ലാസ്സും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞു അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചയുടെ പിന്നാലെ തന്നെയാണ് ഓരോ പേപ്പറും അനലൈസ് ചെയ്ത് എവിടുന്നൊക്കെയാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റൻസ് അനലൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റൻ പേപ്പേഴ്സ് ആണ്. ടോട്ടൽ 150 to 200 ക്വസ്റ്റൻസ്, 300 ക്വസ്റ്റൻസ് ഞാൻ ചെയ്യാൻ പറ്റും. തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ PDF നമ്മൾ തരും, നമ്മളെ ഗ്രൂപ്പ് വഴി തരും. എന്നിട്ട് PDF നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾ വരാൻ പോകുന്ന അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന CGL Tier 2 പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആയിരിക്കും. അത് തന്നെ ഞാൻ പറയുന്നത്. അടുത്ത ആഴ്ച പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ഈ SSC മലയാളത്തിന്റെ സീരീസിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ റിഗ്രറ്റ് ആവേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലല്ല, നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള വിലപ്പെട്ട 6 ദിവസമാണ്. ഈ 6 ദിവസം ഡെയിലി ഒരു 1 hour നിങ്ങൾക്ക് നമുക്ക് വേണ്ടി മാറ്റി വെച്ചാൽ 1 hour നിങ്ങൾ നമുക്ക് വേണ്ടി പേനയും പേപ്പർ എടുത്തിട്ട് നമ്മളെ ലൈവ് ഒന്ന് കാണാൻ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് ഈ അടുത്ത ആഴ്ച നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നമ്മൾ എഡ്യൂക്കേറ്റീവ് പാറ്റേൺ അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾ പല ആൾക്കാരും ചിലപ്പോൾ ഈ CGL-ന്റെ CHL-ന്റെ CPO-ന്റെ എല്ലാ പേപ്പറും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. ചില ആളുകൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ചെയ്ത് നോക്കിയ ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ചെയ്ത് നോക്കാത്ത ആളുകളാണ് നിങ്ങൾ വിഷമിക്കേണ്ട. ഈ 6 ദിവസം കൊണ്ട് ചെയ്ത് നോക്കാൻ നടക്കുന്ന കാര്യമില്ല. പക്ഷേ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്ലാസ്സുകൾ ലൈവായിട്ട് തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത്രയാണ് അതിനെ പറ്റി പറയാനുള്ളത്. പിന്നെ വേറെ വരാനുള്ളത് വെച്ചാൽ നമ്മുടെ ഇനിയിപ്പോൾ കഴിഞ്ഞ CGL ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. CGL ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ആളുകൾ, അല്ലെങ്കിൽ ബിഗിനറായിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ SSC CGL എലീറ്റ് ബാച്ച്, അതായത് റെഗുലർ ബാച്ച്, നമ്മൾ 6 മാസം നീണ്ടു നിൽക്കുന്ന അടുത്ത CGL-ന് മുമ്പായിട്ട് സിലബസ് കവർ ചെയ്യുന്ന എലീറ്റ് ബാച്ചിന്റെ ക്ലാസ്സും നാളെ രാത്രി 8 മണിക്ക് തുടങ്ങുകയാണ്. നാളെയാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് എല്ലാവർക്കും ഫ്രീ ആയിരിക്കും. നമ്മുടെ SSC മലയാളം ആപ്ലിക്കേഷൻ വഴി കയറിയിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 5500 രൂപയാണ്. നിങ്ങൾക്ക് 6 മാസം കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന ക്ലാസ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും, മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും, മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ PDF കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആപ്പ് വഴി അവൈലബിൾ ആയിരിക്കും. ഈ ഒരു ടീമായിരിക്കും നിങ്ങളുടെ ക്ലാസ്സും കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, GK കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് GK അങ്ങനെ അത്ര ഡീപ്പായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ GKയും കംപ്ലീറ്റ് അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ ലൈവ് ക്ലാസ്സിൽ തന്നെ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, റീസൺ എല്ലാം നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം GD-ന്റെ ഡേറ്റും ഇതിന്റെ കൂടെ തന്നെ വന്നു അല്ലേ. GD MTS ഡേറ്റ് വന്നു. MTS പറഞ്ഞാൽ 10 ദിവസം 20 ദിവസം കൊണ്ട് നടക്കാൻ പോകും. MTS നമുക്ക് ഇനി ഒരു കോഴ്സ് തുടങ്ങാനുള്ള സമയമൊന്നുമില്ല. പക്ഷേ GD ഒരു 40 ഡേയ്സിന്റെ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന 15-ാം തീയതി, സമയമില്ല, 10-11 ഈ വരുന്ന 4 ദിവസം കഴിഞ്ഞാൽ 15-ാം തീയതി നമ്മൾ GD-ന്റെ വേഗ ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട്. അതിന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ഇത് ഓഫർ പ്രൈസ് നേരത്തെ ആയിരുന്നു, 2000 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, GD-ന്റെ കോഴ്സും പർച്ചേസ് ചെയ്യാം. പിന്നെ ഇനി കഴിഞ്ഞ CGL-ഒക്കെ കിട്ടാത്ത ആളുകളുണ്ട്. ഓക്കെ, അവർക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ട്, റെഗുലർ ബാച്ച് ഒന്നും വേണ്ട, ഒരു ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആളുകളുണ്ട്. അതായത് നമ്മളെ റെഗുലർ ബാച്ച് വേണ്ട, എന്നാൽ നമ്മുടെ മിഷൻ ബാച്ച് അല്ലെങ്കിൽ Tier 2 ബാച്ച് പോലത്തെ ഫോക്കസ് ബാച്ചുകൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഓഫ്ലൈൻ ബാച്ചിൽ അങ്ങനത്തെ ആൾക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളവർക്കും നമ്മൾ വരുന്ന SSC വരുന്ന മാസം 27-ാം തീയതി നമ്മൾ മിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അഡ്മിഷൻ വേണ്ട ആളുകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ പേര് തന്നെ അങ്ങനെയാണ്, മോസ്റ്റ് എക്സ്പെക്റ്റഡ്, റിപ്പീറ്റഡ്, ഇമ്പോർട്ടൻറ്റ്. ഇത് 3 നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും റിപ്പീറ്റ് ചെയ്യുന്ന ഏരിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൽ വരാൻ സാധ്യതയുള്ള കേട്ടോ. ഇപ്പം നമ്മൾ ഈ പേപ്പർ നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് തന്നെ 30 ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ വരുമൊന്നുമില്ല കേട്ടോ. അത് വേറെ കാര്യം. നമ്മൾ ഈ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് പറയുന്ന ചിലപ്പോൾ ഒന്നും വന്നില്ല എന്ന് വരാം, ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമ്മുടെ സീരീസിൽ നിന്ന് വന്നു എന്ന് വരാം. അതൊക്കെ നമ്മുടെ നമുക്ക് ഭാഗ്യം പോലും കൂടി ഇരിക്കും കേട്ടോ. പക്ഷേ നമ്മൾ പേപ്പേഴ്സ് അനലൈസ് ചെയ്യാതെ പോരുത്. നമ്മൾ ഏതൊരു പരീക്ഷ, UPSC ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ. അത് വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ചില ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ചില ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇപ്പോൾ സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയയിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങളത് പരമാവധി ഉപയോഗപ്പെടുത്തുക. കാരണം ഇന്ന് 11-ാം തീയതിയായി, അടുത്ത ആഴ്ച കറക്റ്റ് അറിയാം 18-ന് ഒരാഴ്ച നിങ്ങൾ സമയമുള്ളൂ. 18-ാം തീയതി നിങ്ങളുടെ ടെസ്റ്റ്, ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. അത് കഴിഞ്ഞാൽ നേരെ തിങ്കളാഴ്ച നിങ്ങളുടെ മെയിൻ ടെസ്റ്റും വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് Tier 2 ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ ലൈവായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നാളെ വൈകുന്നേരം 6 മണിക്ക് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ബാസിം സാറിന്റെ അഡ്വാൻസ് ക്ലാസ് ആയിരിക്കും. മറ്റന്നാമത് ഞാൻ അങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ബാസിം സാർ, അതായത് അഡ്വാൻസ് അരിത്മെറ്റിക്കിന് ഓൾട്ടർനേറ്റ് ഡേയ്സിലായിരിക്കും വരുന്നത്. നാളെ ബാസ് സാറിന്റെ ക്ലാസ്സിലായിരിക്കും. അപ്പോൾ നാളെ വൈകുന്നേരം 6 മണിയാകുമ്പോൾ എല്ലാവരും SSC മലയാളം യൂട്യൂബ് ചാനൽ വഴി ഫ്രീ ആയിട്ട് കേട്ടോ. നിങ്ങൾ അതിന് പേയ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് പങ്കെടുക്കാം.
അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ഈ വർഷത്തെ CGL 2026 മാർച്ചിൽ നമ്മളിപ്പോൾ ഈ ജനുവരി 18 പരീക്ഷ നടക്കുകയാണെങ്കിൽ നമുക്കൊരു മാർച്ചിലോടുകൂടി റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം. ഈ മാർച്ചോടുകൂടി ഒരു ജോലി നേടാനും ഏപ്രിൽ മെയ്യോട് കൂടിയ ജോലിയിൽ കയറാനും ഈ പറ്റുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ നാളെ വൈകുന്നേരം നമുക്ക് എന്ത് ചെയ്യാൻ നേരിട്ട് കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.